മായ ഓഫീസിൽ ആരോടും സംസാരിക്കാനോ മുഖം കൊടുക്കാനോ പോയില്ല. സംസാരിക്കാൻ വന്നവരോട് ഒന്നോ രണ്ടോ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞു ഒഴിവാക്കി. പലരുടെയും മുഖത്ത് ദേഷ്യവും കണ്ടെങ്കിലും അതൊന്നും അവൾ ശ്രദ്ധിക്കാൻ പോയില്ല. ധന്യയും നാൻസിയും ലീവാണ്. ഫോണിൽ വിളിച്ച് നോക്കിയെങ്കിലും രണ്ടുപേരും ഫോണെടുത്തില്ല. അർജുൻ ധന്യയെ പറ്റി പറഞ്ഞ് മായക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ധന്യയും നാൻസിയും തന്നെ കൂടപ്പിറപ്പുകൾ തന്നെയായിരുന്നു. അവർക്ക് താൻ എത്ര പെട്ടെന്ന് അന്യയാവൻ. തന്നിലെ തെറ്റെന്താണ്? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ ഇന്ദ്രനും അർജുവും കണ്ടുപിടിച്ച ചർച്ചയിലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവർ സംസാരം നിർത്തി. അവരെ ഒന്ന് നോക്കിയ ശേഷം അവൾ അവളുടെ സീറ്റിൽ പോയിരുന്നു. മായ അവനെ കിട്ടി. അർജുൻ പതുക്കെ മായയെ കേൾക്കും വിധം പറഞ്ഞു. ആരെ? അനിലിനെ. അവളുടെ കണ്ണുകൾ ആ പേര് കേട്ടപ്പോൾ വിടർന്നു. അവളുടെ ചുണ്ടിൽ ചിരി വിടർന്നു. അവനെ മരണത്തിൻ്റെ അറ്റം വരെ എത്തിക്കണം. അവൻ മരിക്കാൻ ആഗ്രഹിക്കണം. അവനെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കരുത്. എന്നാൽ നിങ്ങളുടെ കൈ കൊണ്ട് അവന് മരണം കൊടുക്കരുത്. മരണം അവരൊരു രക്ഷയാണ്. അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഇന്ദ്രനും അർജുനും ഞെട്ടി. പരസ്പരം നോക്കി നിന്നു പോയി. നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? അത് പറ്റും. എപ്പോഴാ ഡെയ്സിയെ കാണാൻ പോകുന്നേ? നമുക്ക് ഇറങ്ങാം, അർജുൻ പറഞ്ഞ്. ഇന്ദ്രനൊന്നും മിണ്ടാതെ മായയെ തന്നെ നോക്കിയിരിക്കുകയാണ്. നീ നോക്കണ്ട. അവളുടെ നഷ്ടങ്ങൾ അവൾ ഒരിക്കലും മറക്കില്ല. ഒരു കുടുംബത്തെ നിന്നെ കരുവാക്കി തകർത്തതാണ്. അത് മറക്കാൻ അവൾക്കൊരിക്കലും സാധിക്കില്ല. ചിലപ്പോൾ അലിനെ കാണിച്ചു കൊടുത്താൽ മായ അവൻ്റെ തൊലി പറിച്ചു എറിയും. ആണിനേക്കാൾ പക പെണ്ണിനാണ്. അവൻ അർജുൻ പറയുന്നത് കേട്ടപ്പോൾ അവനെ അത്ഭുതത്തോടെ നോക്കി. ഇതൊന്നും മനസ്സിലാക്കാൻ പെണ്ണ് കെട്ടണ്ട. പെണ്ണിൻ്റെ കൂടെ ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. അവൻ്റെ നോട്ടത്തിൽ അത്ഭുതം കണ്ടപ്പോൾ അർജുൻ ചിരിയോടെ പറഞ്ഞു, പോവാം. മായ ബാഗും എടുത്ത് അവരോട് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. അവളുടെ മനസ്സിൽ അപ്പോൾ അനിലിനെ മുഖമായിരുന്നു. ഇല്ലടാ, നിന്നെ വിടില്ല. ഞാൻ നിന്നെ മരണത്തിൻ്റെ അങ്ങേ അറ്റം വരെ എത്തിക്കും. അവൻ ഓഫീസിൽ എത്തും വരെ അവൻ്റെ ചിന്ത ദേവി എവിടെയെന്നായിരുന്നു. ഇനി അനിൽ പറഞ്ഞതുപോലെ ഇന്ദ്രൻ തട്ടിക്കൊണ്ടുപോയി കാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പിന്നിൽ ഞാനാണെന്ന് അവന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുന്ന നിമിഷം അവൻ തൻ്റെ അടുത്തെത്തിയേനെ. ഇത് വേറെ ആരോ ആണ്. തൻ്റെ കളികൾ അറിയുന്നവൻ ആരോ. അവൻ ചിന്തകൾ വിരാമമിട്ടത് ഓഫീസിലെത്തിയപ്പോഴാണ്. അവൻ ഫോൺ എടുത്ത് വീണ്ടും ദേവിയെ വിളിച്ചു നോക്കി. ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൻ ഫോൺ ടേബിളിൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു. അവരുടെ കാർ ഒരു വലിയ വീടിൻ്റെ ഗേറ്റ് കടന്ന് മുന്നോട്ട് പോയി വന്നു. കാറിൽ നിന്നും 3 പേരും ഇറങ്ങി. കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അകത്തു നിന്നും 2 സ്ത്രീകൾ ഇറങ്ങി വന്നു. അവർ നിറഞ്ഞ ചിരിയോടെ അവരെ സ്വീകരിച്ചു. എങ്ങനെയുണ്ട് ആൻറ്റി കാര്യങ്ങൾ? അർജുൻ അതിൽ ഒരു സ്ത്രീയോട് ചോദിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പിന്നെ നല്ല ക്ഷീണമുണ്ട്. അല്ലാതെ നേരത്തെ ഉള്ള കരച്ചിൽ കഴിയാതെ ഇരിപ്പും ഒന്നുമില്ല. വാ അകത്തേക്ക്. അവരെയും കൂട്ടി ആ സ്ത്രീ ഒരു റൂമിൽ ഫ്രണ്ടിലെത്തി. കുടിക്കാൻ വല്ലതും എടുത്തോ? അവരോട് അർജുൻ പറഞ്ഞപ്പോൾ അവർ താഴേക്ക് പോയി. അവർ അകത്തേക്ക് കയറി. വൃത്തിയുള്ള വലിയൊരു മുറിയിലാണ് അത്. മായ ചുറ്റും കണ്ണുകൾ ഓടിച്ചു. ചുവർ നിറയെ പല ഛായങ്ങൾ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കെട്ടിയോൻ്റെ വരയാണ്. കൊള്ളാമോ? അർജുൻ മായയുടെ നോട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അതിശയത്തിൽ ഇന്ദ്രനെ നോക്കി. ഇന്ദ്രനും മായയുടെ മുഖത്ത് ഭാവമറിയാൻ നോക്കി. പരസ്പരം കണ്ണുകൾ ഇടഞ്ഞു. അവളുടെ കണ്ണിലെ തിളക്കം അവനിൽ സന്തോഷം ജനിപ്പിച്ചു. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് തനിക്ക് തൻ്റെ പെണ്ണിൻ്റെ സന്തോഷം കാണാൻ കഴിഞ്ഞത്? മായ അവനിൽ നിന്നും കണ്ണുകൾ പറിച്ചെടുത്തു. അവൾക്ക് ജാളിത തോന്നി. എന്നാലും ഇത്ര ഭംഗിയായി ഏട്ടൻ വരയ്ക്കുമോ? അല്ലെങ്കിൽ താൻ തൻ്റെ ഭർത്താവിനെ പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. അയാളുടെ ഇഷ്ടങ്ങൾ, അയാളുടെ കഴിവുകൾ ഒന്നും തനിക്കറിയില്ല. മായ ആ വിളി കേട്ടപ്പോൾ ബോധത്തിലേക്ക് വന്നത് ഡെയ്സി. മുന്നിൽ ഡെയ്സിയെ കണ്ടപ്പോൾ മായ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവൻ ഏറെ നേരം അങ്ങനെ തന്നെ ഒന്നും പറയാതെ നിന്നു. ഡെയ്സി, എന്നോട് വഴക്കിട്ടപ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചു. മായ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എല്ലാം എൻ്റെ മാത്രം തെറ്റാണ്. അതൊക്കെ വിട്. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഡെയ്സി, അവന്മാർ നമുക്ക് വെറുതെ വിടരുത്. ഒരുത്തനും ഇനി
സമാധാനം കൊടുക്കരുത്. ഡെയ്സി, ഒരു കാര്യത്തിലും സമാധാനിക്കാം. നിന്റെ കുടുംബത്തിന് ഒന്നും പറ്റിയില്ലല്ലോ. നിന്നെ ചേർത്ത് പിടിക്കാൻ അവരൊക്കെ കൂടെ ഉണ്ടല്ലോ. പറഞ്ഞിട്ട് ഇന്ദ്രനെ നോക്കി. അവളുടെ നോട്ടത്തിൽ താങ്ങാൻ കഴിയാതെ അവൻ്റെ തല താഴ്ന്നു. ഇനി താൻ തളരില്ല. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഉണ്ടാവും, എന്നും എപ്പോഴും. രാത്രിയാണ് അവർ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചത്. കാറിൽ ഇരുന്നു കൊണ്ട് മായ പറഞ്ഞു, നാളെ എനിക്ക് അവനെ കാണണം. അത് വേണോ? മായയുടെ സ്വഭാവത്തിന് മാറ്റം മനസ്സിലാക്കി അർജുൻ ചോദിച്ചു. വേണം, എനിക്ക് അവനെ കാണണം. ചിലത് ചോദിക്കാനും പറയാനുമുണ്ട്. അവൾ പുറത്തേക്ക് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. തലേ രാത്രി പോലെ തന്നെ ഒരേ കട്ടിൽ രണ്ടും മനസ്സുമായി മായയും ഇന്ദ്രനും കിടന്നു. രണ്ടുപേരുടെയും തലയിണ അന്നും നനഞ്ഞു കുതിർന്നു. പെണ്ണെ, എന്നോട് ക്ഷമിച്ചൂടെ എന്ന് ഇന്ദ്രനും. ഞാൻ ഇതെങ്ങനെ ക്ഷമിക്കാമെന്ന് മായയും. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിന്നും ചോദിക്കുന്നു. ഈ പടകളെ എങ്ങനെ ഒന്നാക്കും എനിക്കറിയില്ലേ. രാത്രി എപ്പോഴാ? നല്ല ഉറക്കത്തിൽ മായ ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു. ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഇന്ദ്രൻ ലോട്ടറി അടിച്ച പോലെ തോന്നി. തിരിച്ച് കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമാവും. അവളുടെ ദേഹത്ത് ചന്ദനം മണം അവൻ്റെ നിയന്ത്രണം തകർക്കാൻ പോകുന്നതായിരുന്നു. എങ്ങനെയൊക്കെയോ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. അവളുടെ സ്പർശനം അവനിൽ ആനന്ദം ഉണ്ടാക്കി. എപ്പോഴോ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ മായ കണ്ണു തുറന്നപ്പോൾ അവൾ ഞെട്ടി. അവൾ ഇന്ദ്രൻ്റെ നെഞ്ചോട് ചേർന്ന് അവനെ കെട്ടിപ്പുണർന്നാണ് കിടക്കുന്നത്. അവൾ അവനെയാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി. അവൾ അവനെ ഉണർത്താതെ എണീറ്റു. ഭാഗ്യം അറിഞ്ഞിട്ടില്ല. അവൾ അവനെ നോക്കി പതുക്കെ പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. അവൾ പോയപ്പോൾ ഇന്ദ്രൻ കണ്ണുകൾ തുറന്നു. ആര് പറഞ്ഞു അറിഞ്ഞിട്ടില്ലെന്ന്? എല്ലാം അറിഞ്ഞു കിടന്നു. പിന്നെ പാവമല്ലെന്ന് കരുതിയാ? അവൻ അവളുടെ തലണയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ചിരിച്ചു. അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയ ഇന്ദ്രനും അടുത്തു വന്ന് കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഇരുന്നിട്ട് എണീറ്റ് താഴേക്ക് പോയതെല്ലാം അറിഞ്ഞാണ് ഇന്ദ്രൻ കിടന്നത്. അപ്പോൾ എന്നോട് ഇഷ്ടമുണ്ട്, ശരിയാക്കി തരാം, അവൻ മനസ്സിൽ പറഞ്ഞിട്ട് എണീറ്റ് ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. അവൾ ചായയുമായി ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചായ ഗ്ലാസ് ടേബിളിൽ വെച്ചിട്ട് തിരിയുമ്പോഴാണ് ബാത്റൂമിൽ ഡോർ തുറന്ന് ഇന്ദ്രൻ വരുന്നത്. അവളുടെ കണ്ണുകൾ അറിയാതെ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ചെന്നു നിന്നു. അവൻ കുളി കഴിഞ്ഞ് തല തുവർത്തി ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ മായയെ മുന്നിൽ നിൽക്കുന്നത് കണ്ടില്ല. അടുത്തെത്തിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന മായയെ കണ്ടപ്പോൾ ഇന്ദ്രൻ നിന്നു. അപ്പോഴും അവളുടെ കണ്ണ് അവൻ്റെ നെഞ്ചിലായിരുന്നു. പെട്ടെന്ന് അവൾ ബോധത്തിലേക്ക് വന്നു. അവൾ കണ്ണുകൾ പിൻവലിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തായിരുന്നു. അവൾ ജാളിത മറക്കാൻ വേണ്ടി കണ്ണുകൾ പുറത്തേക്ക് നീട്ടി. ചായ, അവൾ അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. ഒരു നിമിഷം അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്കിട്ടു. ഇന്ദ്രനോട് ക്ഷമിച്ചൂടെ എൻ്റെ അമ്മുകുട്ടിക്ക്? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ആ കണ്ണീർ അവളുടെ മുഖത്ത് വീണപ്പോൾ അവൾ വേഗം വെട്ടിത്തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. വിട്, ഇന്ന് അവർ വരും, അപ്പവും മാറ്റും. അതിനു മുൻപ് എനിക്ക് അവനെ കാണണം, അനിലിനെ. വേഗം റെഡിയായി വാ. അവളുടെ മറുപടി കേട്ട് അവളിൽ നിന്നും പിടിച്ചു വിട്ട് മാറി നിന്നു. അവൾ അവനെ നോക്കാൻ നിൽക്കാതെ പുറത്തേക്ക് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആരും കണ്ടില്ല. അവൾ നിറഞ്ഞ് താഴേക്കൊഴുകാൻ നിന്ന കണ്ണുനീർ വാശിയിൽ തുടച്ചു മാറ്റി താഴേക്ക് നടന്നു. സമയമായില്ല. എല്ലാം തീർത്തിട്ട്, ഒരു കണക്കും ശേഷിക്കാതെ തീർത്തിട്ട് മതി ഒരു ജീവിതം. അതുവരെ ഇന്ദ്രേട്ടൻ്റെ കണ്ണുനീർ വേദനയും ഞാൻ കണ്ടില്ലെന്ന് നടിക്കും, അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു പഠിപ്പിച്ചു. അർജുൻ കൂടി വന്ന ശേഷം രജനി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അവൾ ഇറങ്ങി അനിലിനെ കാണാൻ. അവനെയും ദേവിയെയും ഒരേ വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവർ ചെല്ലുമ്പോൾ അനിലിനെ ഗുണ്ടകൾ അടിച്ചു പഞ്ചറാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അവനെ ദേവിയും ഒരേ റൂമിൽ രണ്ടു മൂലയിലും ചങ്ങല കൊണ്ട് കെട്ടി ഇട്ടിരിക്കുകയാണ്. രണ്ടുപേരും നന്നായി ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മായ ചിരിച്ചു. അവളെ കണ്ടപ്പോൾ ദേവിയും അനിലും ദയനീയമായി നോക്കി. എൻ്റെ ദൈവമേ, ആരെയാ ഞാനീ കാണുന്നേ? ദേവി അനിലിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് അവൻ്റെ പേടിച്ചരണ്ട കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. മായ, പ്ലീസ് എന്നെ ഒന്ന് കൊന്നു തരുമോ? അവൻ വേദന സഹിക്കാൻ വയ്യാതെ ചോദിച്ചു. അവൾ അത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന മുളവടിയെടുത്ത് അവൻ്റെ മർമ്മം നോക്കി തുരതുരാ അടിച്ചു.
അവൻ അവിടം പൊത്തി പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു താഴേക്ക് ചുരുണ്ടുകൂടി. നിന്റെ സുഖം അവിടെയല്ലേ ഇരിക്കുന്നേ? ഇങ്ങനെയും ചില സുഖങ്ങളുണ്ട്. നിന്നെ കൊല്ലാതെ കൊല്ലും ഇവിടെയുള്ളവർ. എത്ര പെണ്ണുങ്ങളെ നിന്റെയൊക്കെ വിഷമം തീർക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. നിന്റെ അനിലിനെ അവനും ഇതുതന്നെയാണ് വിധി. ഒരുത്തനെയും വെറുതെ വിടില്ല. അവൾ അവൻ്റെ മുടിക്കുത്തിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. അർജുനും ഇന്ദ്രനും പേടിയോടെ പരസ്പരം നോക്കി നിന്നുപോയി. മായയുടെ പ്രവൃത്തി കണ്ട് അവളെ പിടിച്ചു മാറ്റാൻ പോലും അവർ ഭയന്നു. ഇന്ന് മുതൽ ഇവറ്റങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. ഗുണ്ടകളോട് പറഞ്ഞിട്ട് ദേവിക്ക് നേരെ തിരിഞ്ഞ് ഗുണ്ടകൾക്ക് ശരിയെന്ന് തല കുലുക്കി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നിനക്കുള്ള പണി വയ്യേ വരും. മായ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. ദേവി ഭയന്ന് ചുറ്റും നോക്കി. അവൾക്ക് മരിച്ചാ കൊള്ളാമെന്ന് പോലും തോന്നി. എടാ അനിലേ, ഞങ്ങൾ എന്നും ഒന്നാ. നീയൊക്കെ ചാവും മുൻപേ ഒന്നറിഞ്ഞോ? ഞങ്ങളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. മായ ഇന്ദ്രനെ വട്ടം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. ഇന്ദ്രൻ അഭിമാനത്തോടെ അനിലിനെ നോക്കി ചിരിച്ചു. അനിലിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് പരന്നു. അവൻ ആ കിടപ്പിൽ മയങ്ങിപ്പോയി. പോവാം നമുക്ക്, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പു വന്നോ? അർജുൻ ഏറെ സന്തോഷത്തോടെ ചോദിച്ചു. വന്നു കാണും. മായ അനിലിനെയും ദേവിയെയും ഒരിക്കൽ കൂടി നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. അവർ തിരിച്ച് വണ്ടിയിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഇന്ദ്രൻ ചുണ്ടിൽ ഒരു ചിരി ഒളിപ്പിച്ചിരുന്നു. അർജുൻ്റെ ചുണ്ടിൽ അതേ ചിരി തട്ടിക്കളിച്ചു. അവൻ ഇന്ദ്രനെയും മായയെയും ഒളിക്കണ്ണിട്ട് നോക്കി കളിയാക്കുന്നുണ്ട്. മായ ഇതൊക്കെ കണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാൻ നിന്നില്ല. ശരിക്കും അവളും അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്ദ്രൻ ഫോണിലേക്ക് കോൾ വന്നപ്പോൾ അവൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. അമ്മു, അപ്പു ആണ് വിളിച്ചത്. അവർ എത്തിയെന്ന്. ഇന്ദ്രൻ മായയോട് വളരെ സന്തോഷത്തിൽ പറഞ്ഞു. അവൾ ഉള്ളിൽ സങ്കടം മറക്കാൻ വേണ്ടി ഇന്ദ്രൻ നിന്നും മുഖം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ ചിന്തകൾ കോൺവെന്റിൽ താമസിക്കുമ്പോൾ തൻ്റെ സ്വന്തം ചോരയെ അകറ്റി നിർത്തിയതും താൻ ആ കുഞ്ഞിനെ മുലപ്പാലിന് മധുരം നുണയാൻ ഉണ്ടാവുമോ ഓർമ്മയില്ല. തന്നിലെ അമ്മ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല തൻ്റെ കുഞ്ഞിനെ. അവരുടെ കാർ വീടിൻ്റെ പോർച്ചിലേക്ക് കയറ്റിയപ്പോൾ അപ്പവും രജനിയുടെ എളിയിലിരിക്കുന്ന കുഞ്ഞിനെയും കണ്ടു. ഇന്ദ്രൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തൻ്റെ മകൾ തൻ്റെ മകൻ്റെ ചോരയാണെന്ന് അറിയാതെ തൻ്റെ അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. മായ കാറിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു. അപ്പു ചിരിച്ചുകൊണ്ട് മായയുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മായയുടെ കണ്ണ് നിറഞ്ഞു തൂവി. അവൻ കാണാതിരിക്കാൻ വേഗം കണ്ണു തുടച്ചു. അച്ചു, എവിടെ അപ്പു? അവനിൽ നിന്നും അടർന്നു മാറിയ ശേഷം ചോദിച്ചു. കിടക്കുന്നു. തലവേദനയായിട്ട് യാത്ര ഒട്ടും പറ്റുന്നില്ല അവൾക്കിപ്പോൾ. മായ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ കൈ കാട്ടി വിളിച്ചു. കുഞ്ഞു മായ വിളിക്കുന്നത് കണ്ടപ്പോൾ രജനിയുടെ മടിയിൽ നിന്നും ഊന്നിറങ്ങി മായയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൾ കുഞ്ഞിനെ എടുത്ത് എളിയിൽ വെച്ചു. അവൾ ഇരു കവിളിലും ഉമ്മ വെച്ചു. അവളുടെ കണ്ണുകൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഓടി നടന്നു. മായമ്മ, എന്താ മോളെ വിളിക്കാഞ്ഞേ? മോള് വയക്കാണോ? മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അച്ചോടാ, അപ്പോൾ എൻ്റെ വാവ മായമ്മയോട് വയക്കാണോ? അവൾ സങ്കടം അഭിനയിച്ചു കൊണ്ട് ചോദിച്ചു. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. മായമ്മ കരയണ്ട. കുഞ്ഞു സങ്കടത്തോടെ അവളുടെ കവിളിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു. അർജുൻ ആ സമയമെല്ലാം കുഞ്ഞിനെയും ഇന്ദ്രനെയും നോക്കി നിൽക്കുകയായിരുന്നു. അർജുൻ ഇതിനു മുമ്പ് കുഞ്ഞിനെ കണ്ടിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ ഇന്ദ്രൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് കുഞ്ഞ്. അവൻ്റെ കണ്ണുകൾ മൂക്കും അതേപോലെ കിട്ടിയിട്ടുണ്ട്. ചിരി മായയുടെയാണ്. മായ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ബാക്കിയുള്ളവർ അവരുടെ പുറകെ അകത്തേക്ക് കയറി. കുഞ്ഞിനെ സെറ്റിയിലേക്ക് ഇരുത്തിയിട്ട് മായ അച്ചു കിടക്കുന്ന മുറിയിലേക്ക് പോയി. ഇന്ദ്രൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി ഇരുന്നു. പിന്നെ അവൻ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല. അവൻ്റെ മുന്നിൽ തൻ്റെ മകൾ മാത്രം. അച്ചു, മായ അച്ചുവിൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് വിളിച്ചു. അച്ചു പതുക്കെ കണ്ണു തുറന്നു. മുന്നിൽ മായയെ കണ്ടപ്പോൾ അച്ചു ചിരിയോടെ എണീറ്റിരുന്നു. എങ്ങനെയുണ്ട് മോളെ തലവേദന? കുറവുണ്ട് ചേച്ചി. സുഖല്ലേ? അച്ചു മായയുടെ മടിയിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു. സുഖം. നിനക്ക് ഒരുപാട് ടെൻഷനുണ്ട്. അതൊന്നും വേണ്ട. നിങ്ങളുടെ 3 പേരുടെയും സന്തോഷമാണ് എൻ്റെ സന്തോഷം. നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്.
വാ എണീറ്റ്. എല്ലാവരും നിന്നെ നോക്കിയിരിക്കുക. മായയുടെ സംസാരം കേട്ടപ്പോൾ അച്ചു ഒന്ന് സംശയിച്ചു. വാ അച്ചു. അവളെ എണീപ്പിച്ച് ഹോളിലേക്ക് നടന്നു. അച്ചുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേടിയൊക്കെ മാറി. അന്ന് ആ വീട് ഒരു ഉത്സവപ്പറമ്പായി. പാട്ടും ഡാൻസുമായി വെളുക്കുവോളം അവർ കൂടി. ഇന്ദ്രേട്ടാ, ഞാൻ 2 ദിവസം കൂടി ഉണ്ടാവൂ. അതിനു മുമ്പ് അവൻ്റെ കാര്യം നമുക്ക് നോക്കണ്ടേ? ഇന്ദ്രൻ അർജുനും അപ്പുവും പുറത്തേക്ക് പോയി ഇരുന്നു. അപ്പു, നാളെ അവൻ്റെ കളി കഴിയും. അതിന് നിങ്ങൾ കൂടെ വേണം. അവൻ കൂടി വരട്ടെ വിനു. നാളെ വരുമോ വിനോദ്? അർജുൻ സംശയത്തോടെ ചോദിച്ചു. വരും. അവനെ കൂട്ടിയില്ലെങ്കിൽ പിന്നെ അത് മതി. ഇന്ദ്രൻ ദൂരേക്ക് നോക്കി പറഞ്ഞു. അത് ശരിയാ. അർജുൻ അതിനെ പിന്താങ്ങി. ചില പ്ലാനിങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അവന് തോന്നണം നമ്മൾ വേറെ ആരുടെയോ പുറകെയാണെന്ന്. ആ സന്തോഷത്തിലിരിക്കുമ്പോൾ അവൻ്റെ നടുവൊടിക്കണം. ഒരിക്കൽ എണീക്കാൻ പറ്റാത്ത പോലെ കിടത്തണം. അപ്പു വർദ്ധിച്ച ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഇന്ദ്രനെ നോക്കി. എൻ്റെ കുടുംബം മാത്രമല്ല, എത്രയോ കുടുംബം അവൻ കാരണം തകർത്തിരിക്കുന്നു. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഇന്ദ്രൻ അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട്. നിന്നെ കാത്തിരിക്കാൻ ഒരു പെണ്ണും എൻ്റെ കുഞ്ഞുമുണ്ട്. എനിക്ക് അങ്ങനെ ആരുമില്ല. മായക്ക് ചിലപ്പോൾ ഞാൻ പോയാലും കുഴപ്പമുണ്ടാവില്ല. എൻ്റെ പ്രാണൻ പോയാലും നിങ്ങൾക്ക് നീതി ഞാൻ മേടിച്ചു തരും. ഇന്ദ്രൻ പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു. അവൻ റൂമിൽ ചെല്ലുമ്പോൾ മായ കിടന്നിരുന്നു. ക്ലോക്കിൽ 3 മണിയായി. അവൻ ബെഡിലേക്ക് കിടന്നു. മായയെ നോക്കി അങ്ങനെ കിടന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തെ നിഷ്കളങ്ക കണ്ട് എല്ലാം മറന്നുപോയി. ഇന്ദ്രേട്ടാ. അവൻ ഞെട്ടിപ്പോയി. ഇന്ദ്രൻ നേരെ താൻ തന്നെ മറന്ന് കിടക്കുകയായിരുന്നു. എന്തോ. അവൻ വേഗം വിളി കേട്ടു. നാളെ അവനെ കൊല്ലാമോ? മായ ഇന്ദ്രനെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ അമ്മു? അവൻ അവളുടെ പേടി കണ്ട് ചോദിച്ചു. ഞാൻ കേട്ടു ഞങ്ങൾക്ക് ഏട്ടൻ്റെ ജീവൻ കളഞ്ഞു നീതി തരുമെന്ന്. എനിക്ക് ഇന്ദ്രേട്ടനെ വേണം, ഒരു കേടും കൂടാതെ. ഇന്ദ്രേട്ടൻ കാത്തിരിക്കാൻ ഞാനുണ്ട്. അവനെ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുക്കാം. അവൾ കരഞ്ഞുകൊണ്ട് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെയും തിരിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നു. ഇല്ലടാ, ഇന്ദ്രേട്ടനോട് ക്ഷമിക്ക് മോളെ, കരയല്ലേ. അവളുടെ കയ്യിൽ തലമുടിയിലും തഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ മനസ്സിൽ അപ്പോൾ വാത്സല്യം തുളുമ്പി നിന്നു. 2 പേരുടെയും കണ്ണിൽ നിദ്ര എത്തി. നാളെ അവനായി കെണികൾ അപ്പുവും അർജുവും ഒരുക്കാനുള്ള തിരക്കിലായിരുന്നു.